ജസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒന്നുകൂടെ പറയാം. നമ്മൾ ബേസിക്കലി ബയോട്ട്-സവാർട്ട്സ് ലോ ആയിരുന്നു പറഞ്ഞത്. ബയോട്ട്-സവാർട്ട്സ് ലോയിൽ നമുക്ക് μ0, അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം ഉള്ള ഇങ്ങനെയുള്ള ഒരു ആർബിട്രറി ഷേപ്പിലുള്ളൊരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടർ കാരണമുള്ള ഫീൽഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസിക് ലോ ആണ്, സംതിങ് ലൈക്ക് എ കൂളംസ് ലോ. ഒരു ബേസിക് ലോ ആണ് നമ്മുടെ ബയോട്ട്-സവാർട്ട്സ് ലോ എന്ന് പറയുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ I ക്രോസ് R ക്യാപ് ഡിവൈഡ് ബൈ R². ഇവിടെ R എന്ന്, ഈ ക്യാപിറ്റൽ R എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ സെപ്പറേഷൻ വെക്ടറാണ്. അതായത് നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല എന്താണ് ഫീൽഡ് ഉണ്ടാക്കുന്നത്, ദാറ്റ് ഈസ് ദ സോഴ്സ്, ആൻഡ് വേർ ദ ഫീൽഡ് ഹാസ് ടു ബി കാൽക്കുലേറ്റഡ്, ദാറ്റ് ഈസ് കോൾഡ് ദ ഫീൽഡ് പോയിൻറ്റ്. അതിനെയാണ് നമ്മൾ നേരത്തെ തൊട്ടേ സെപ്പറേഷൻ വെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് സെപ്പറേഷൻ വെക്ടറാണ്. സെപ്പറേഷൻ വെക്ടർ അതിൻ്റെ R ക്യാപ്പ് ഇൻറ്റു കറണ്ട് I യെ നമുക്ക് എന്തായിട്ട് എടുക്കാം, വെക്ടറായിട്ട് എടുക്കാം. ഓക്കെ, ക്രോസ് R ഡിവൈഡഡ് ബൈ R². അതാണ്. ദെൻ എന്ത് ചെയ്യുക, ടു ഫൈൻഡ് ദ ടോട്ടൽ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഓവർ. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്തത് I എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ഡയറക്ഷൻ അല്ലാതെ സ്കെയിലറായിട്ട് എടുക്കാറുണ്ട്. അതുകൊണ്ട് I ഇങ്ങ് മാറ്റിയിട്ട് ഐക്കുണ്ടായിരുന്ന ആ വെക്റ്റർ ക്യാരക്ടർ എന്തോ, ആ വെക്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ആർക്ക് കൊടുത്തു, നമ്മൾ ആ DL എന്ന് പറയുന്ന നമ്മളെടുക്കുന്ന ആ ലൈൻ എലമെൻറ്റിന് കൊടുത്തു. ഓക്കെ, ആ ലൈൻ എലമെൻറ്റിൻ്റെ ഡയറക്ഷനും എക്സാക്ട്ലി കറണ്ടിൻ്റെ അതേ ഡയറക്ഷൻ എന്ന് വരുന്ന രീതിയിൽ എടുത്തിട്ട് DL ക്രോസ് R ബൈ R², അതിന് ഇൻ്റഗ്രൽ എടുത്താൽ ഇൻറ്റു μ0/4π വിൽ ഗിവ് യു ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ ഫീൽഡ് പോയിൻറ്റ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇതുപയോഗിച്ചിട്ടുള്ള ഒരു ഒരു ഫൈനൈറ്റ് ലെങ്ത്ത് ലൈനിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വി ഗോട്ട് ഇറ്റ്സ് വാല്യൂ ആസ് സം μ0I/4πs ഇൻറ്റു സൈൻ θ2 മൈനസ് സൈൻ θ1 എന്ന് കിട്ടി. ഒരു ഫൈനൈറ്റ് ലൂപ്പാണെങ്കിൽ സൈൻ θ2 മൈനസ് സൈൻ θ1 എന്ന് കിട്ടി. ദെൻ ഫോർ ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ലൂപ്പാണെങ്കിൽ രണ്ട് സൈഡിലേക്കുള്ള ആംഗിൾ π/2 എന്ന് വരും. അങ്ങനെ അത് ഇൻഫൈനൈറ്റ്ലി രണ്ട് സൈഡിലേക്കും ഇൻഫൈനൈറ്റ്ലി ലോങ് ആണെന്നുണ്ടെങ്കിൽ μ0I/2πs എന്നും, വേറെ S ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ വയർ എന്ന് കിട്ടി. ദെൻ അത് കാരണം ഈ ലൈനുകളൊക്കെ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വി ക്യാൻ യൂസ് ദ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് ഫീൽഡ് കണ്ടുപിടിക്കാം. ദെൻ ഒരു സെമി ഇൻഫൈനൈറ്റ് ലൂപ്പിൻ്റെ, അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ ഇൻഫൈനൈറ്റിലേക്ക് പോകുന്ന സെമി ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പിൻ്റെ കേസിൽ നമ്മൾ ഇതേ കാൽക്കുലേഷൻ നടത്തി. ആൻഡ് വി ഗോട്ട് ഇറ്റ്സ് വാല്യൂ ആസ് μ0I/4πs. അപ്പോൾ ഇത്തരം വാല്യൂസ് ആക്ച്വലി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ലേറ്റർ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പിന്നീട് ചെയ്തത് ഒരു സ്ക്വയർ ലൂപ്പിലൂടെ I കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഫീൽഡ് അറ്റ് ഇറ്റ് സെൻറ്റർ എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ആംഗിൾസ് θ1 θ2 കിട്ടി. സൈൻ θ2 മൈനസ് സൈൻ θ1, അപ്പം ഒന്ന് നെഗറ്റീവ് ആംഗിൾ വരും. സോ 1/√2 + 1/√2 ആൻഡ് 4 സൈഡ് ഉണ്ട്, അതിൻ്റെ സം കണ്ടുപിടിച്ചു. μ0I/2√2 × πs or something like that, നമുക്കൊരു ആൻസർ കിട്ടി. പിന്നീട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ആൻ n-sided റെഗുലർ പോളിഗൺ. ഓക്കെ, നമുക്കൊരു n-sided പോളിഗൺ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള വാല്യൂ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ഉള്ളൊരു പ്രോബ്ലം കൂടെ തന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് എൻഡ് ചെയ്തത്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹെക്സഗണാണ് എടുത്തിരിക്കുന്നത്, കാര്യമാക്കണ്ട. ലെറ്റ് ഇറ്റ് ബി n-sided എന്നങ്ങ് അസ്യൂം ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതാണ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാം μ0I/4π ഇൻറ്റു 4πs. അല്ലെങ്കിൽ എസ് എന്നതിനെ വിളിക്കാം. എസ് എന്താണ്, സെൻറ്ററിൽ നിന്ന് നമ്മുടെ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് ഞാൻ എസ് എന്ന് വിളിച്ചത്. ഞാൻ എസിനെ എസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദെൻ നമുക്കത് മാറ്റാം. സൈൻ θ2 മൈനസ് സൈൻ θ1. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ്, ആൻഡ് ദിസ് ഈസ് θ1 ആൻഡ് θ2, the current flows in this direction. ഓക്കെ, ഇതാണ് നമ്മുടെ B എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് θ2 ഹിയർ. എന്താണ് θ2ൻ്റെ വാല്യൂ? ഓക്കെ, നമുക്കറിയാം ഫോർ എ റെക്റ്റാങ്കിൾ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു റെഗുലർ സ്ക്വയർ ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2π, ഈ ടോട്ടൽ ആംഗിൾ 2π ആണ്. 2πയെ 4 ഈക്വൽ പാർട്ടാക്കിയിലുണ്ട്. അപ്പം
2 pi by 4 ആയിരിക്കും ഒരു 4 sided regular polygon. That means it's a square. Okay. അപ്പോൾ 2 pi by 4 എന്ന് എഴുതാം. ഓക്കെ. ഇനി അതിൻ്റെ പകുതിയാണ് നമുക്ക് എവിടെ വേണ്ടി വരുന്നത്, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ θ1 ഉം θ2 മാഗ്നിറ്റ്യൂഡ് വൈസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi by 4 into 2. ഓക്കെ. അല്ലെങ്കിൽ 2 pi by 4 by 2 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 4 എന്താണ് ആക്ച്വലി? 4 എന്ന് പറഞ്ഞാൽ ഒരു 4 sided polygon ഇത് this will be divided by 4 and for a 6 sided polygon this will be divided by 6. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്ര സൈഡഡ്, വാട്ട് ഈസ് എ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ആണ്, നമ്പർ ഓഫ് സൈഡ്സ് ആണ്. സോ θ1 എനിക്ക് എന്ത് ചെയ്യാം, 2 pi divided by n into 2 എന്ന് കാണിക്കാം. ദാറ്റ് ഈസ് സിംപ്ലി വി ഗെറ്റ് pi by n എന്ന് കിട്ടും. ഓക്കെ. ആൻഡ് ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആവും. സോ നമ്മുടെ ബിയുടെ ജനറൽ എക്സ്പ്രഷൻ എങ്ങനെ ആക്കാം, μ0 I by 4 pi s into sin θ1 plus sin θ1. I put both θ1 because they are the same. ഓക്കെ. അപ്പോൾ ഇതിനെന്താവും, തീറ്റയ്ക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാം, pi by n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ μ0 I by 4 pi s into 2 sin θ, രണ്ടും കൂടെ സമ്മായി. ഓക്കെ. ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് pi by n. സോ ബൈ pi by n. അപ്പോൾ ഇപ്പോൾ ഇത് എന്തിനുള്ള എക്സ്പ്രഷനായി, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഒരു വൺ സൈഡ്. ഓക്കെ. ദിസ് ഈസ് ദ, അല്ലെങ്കിൽ ബി ഡ്യൂ ടു വൺ സൈഡ് എന്ന് എഴുതും. ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു വൺ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ പോളിഗൺ. ഓക്കെ. നമുക്ക് അതേപോലത്തെ എത്ര സൈഡ്സ് ഉണ്ടാവും, ദർ വിൽ ബി n sides and the magnetic field due to each of them are in the same direction. So we can sum it up. So B is equal to n into B due to one side. So adandaum, this is equal to μ0 I by 4 pi s into 2n. This n is from here. Etra sided polygon sin pi by n. So this is for the regular n sided polygon in the expression. Okay. That is field at the center due to a regular n-sided polygon. B is equal to μ0 I by 4 pi s into 2n into sin pi by n. For the in the case of a circle, എന്തായിട്ട് മാറുമായിരുന്നു, സർക്കിൾ അല്ല, സോറി, ഇൻ ദ കേസ് ഓഫ് എ സ്ക്വയർ n ഈസ് ഈക്വൽ ടു 4 ആവും. സോ ഇതിൻ്റെ ആൻസർ എന്താവും, ദിസ് ബിക്കം നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് പോകും. ഇറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു μ0 I by 4 pi s into 2 into 4, then pi by 4 is 45 degree, sin pi by 4 1 by root. So this is the answer, μ0 I by 4 pi s into 2 by root 2. ഓക്കെ എന്ന് പറയുന്ന വാല്യൂയിലേക്ക് വരും. മേളിൽ വെട്ടാം, മേളിൽ റൂട്ടോ കൊണ്ടുവരാൻ പറ്റും. സോ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ്, അല്ലെങ്കിൽ ഇതായിരുന്നു നമുക്ക് ലാസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഈ എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ തൊട്ട് മുമ്പുള്ള ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. എസ് എന്ന് പറയുന്നത് സേ ഒരു 6 sided പോളിഗൺ ആണെങ്കിൽ, ഓക്കെ, റെഗുലർ പോളിഗൺ ആണ് എന്ന് സെയിം ചെയ്യും. പോട്ടെ, സേ ഷേപ്പ്. ഓക്കെ. ഇതാണ് നമ്മുടെ പോളിഗൺ എന്ന് വിചാരിക്കുക. ദെൻ ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ദ എസ്. പക്ഷേ നമുക്ക് വാട്ട് ഇഫ് വി ആർ പ്രൊവൈഡഡ് വിത്ത് ദ വൺ ഓഫ് ദ സൈഡ്. ഓക്കെ. ഒരു സൈഡാണ് തന്നിരിക്കുന്നത്, എ സൈഡുള്ള ഒരു ഹെക്സഗൺ ആണെങ്കിൽ എസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇഫ് വി ആർ പ്രൊവൈഡഡ് വിത്ത് എ, ഈ ഇക്വേഷനെ ഇപ്പോൾ ഈ എസിൻ്റെ ടേംസിലാണ് ഞാൻ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഈ എസിനെ നമുക്ക് ആരുടെ ടൈമിൽ എഴുതാൻ പറ്റും, വി ക്യാൻ റീപ്ലേസ് ഇൻ ടേംസ് ഓഫ് എ. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഡു സംതിങ് എൽസ്. നമുക്കിവിടെ ഈ ആംഗിൾ എത്രയായിരുന്നു, തീറ്റ എന്ന് പറയുന്നൊരു ആംഗിളുണ്ട്. സോ ഇതിനകത്തുനിന്ന് ഈ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദിസ് സൈഡ് വിൽ ബി, ഇത് ടോട്ടൽ എ ആണെങ്കിൽ ഇത് a by 2 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ടാൻ തീറ്റ എഴുതാം. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് a by 2 ഡിവൈഡഡ് ബൈ adjacent, that is s. So a by 2s എന്ന് കിട്ടും. or s is equal to a by, okay, s അല്ലേ നമുക്ക് വേണ്ടത്, yes, s is equal to a by
2 tan theta എന്നെനിക്ക് എഴുതാൻ പറ്റും. Now what is the value of theta? Theta is pi by n. Okay, so എനിക്ക് എന്ത് എഴുതാൻ പറ്റും? A divided by 2 into tan theta, that is tan pi by n എന്ന് എഴുതാം. So I got an expression for s. ഈ എക്സ്പ്രഷൻ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ ജനറൽ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് b ഈസ് ഈക്വൽ ടു mu 0 I by 4 pi. So mu 0 I by 4 pi into, instead of s I can substitute this value, that is a, that is one of the side, by 2 tan theta. So 2 tan theta into ബാക്കി എന്തുണ്ട്? Okay, 2 tan theta, then ബാക്കി ഇക്വേഷനകത്തുള്ളത് 2n sin pi by n. ഓക്കെ, ഈ തീറ്റ എന്ന് പറഞ്ഞാലും പൈ ബൈ n ആയിരിക്കും. ഓക്കെ, അപ്പം ഈ രീതിയിലേക്ക് ഈ ഇക്വേഷനെ മാറ്റാം. അപ്പോൾ ഇതെന്തായി? ഒരു മോസ്റ്റ് ജനറൽ എക്സ്പ്രഷൻ ആക്കാം. ഇങ്ങനെ ആക്കണം എന്നില്ല, നമ്മൾ എപ്പോഴാണോ ആവശ്യമുള്ളത് അവിടെ ഇത് കണ്ടുപിടിച്ചാലും മതി. ഞാൻ ജസ്റ്റ് അതൊന്ന് ഞാൻ പ്രോബ്ലത്തിൽ പറഞ്ഞത് അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. എ ആണ് സൈഡ് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വരെ എത്തിക്കണം. ഓക്കെ, അതർവൈസ് ഇഫ് യു ആർ ഗിവൺ വിത്ത് ദിസ് എസ്, ദെൻ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി ഈ ഇക്വേഷന് വേറൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഈ ഇക്വേഷൻ നമുക്കൊന്നുകൂടെ സോ b ഈസ് ഈക്വൽ ടു mu 0 I by 4 pi s into 2n sin pi by n. ഇതിനെ നമുക്ക് ഈ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ഒരു എൻ സൈഡഡ് പോളിഗണിൻ്റെ ഇക്വേഷനാണിത്. അപ്പോൾ സർക്കിളിനെ എനിക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും? സർക്കിൾ ഈസ് ആൻ എൻ സൈഡഡ് പോളിഗൺ വിത്ത് ദ വാല്യൂ ഓഫ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സൈഡഡ് റെഗുലർ പോളിഗൺ ആണെന്ന് എനിക്ക് ആരെ അസ്യൂം ചെയ്യാം? എനിക്കൊരു സർക്കിളിനെ അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ n ടെൻസ് ടു തീറ്റ ആണെങ്കിൽ പൈ ബൈ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? വിൽ ബി വെരി വെരി സ്മോൾ അല്ലേ? അതായത് ആസ് ദ വാല്യൂ ഓഫ് n ഇൻക്രീസസ് പൈ ബൈ n വിൽ ബി വെരി സ്മോൾ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. സൈൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ഫോർ വെരി സ്മോൾ വാല്യൂസ്. അതായത് സൈൻ പൈ ബൈ എന്നിനെ എനിക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? സൈൻ പൈ ബൈ n ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പൈ ബൈ n ഫോർ വെരി ലാർജ് വാല്യൂ ഓഫ് n. ഓക്കെ, ഫോർ ലാർജ് വാല്യൂ ഓഫ് n. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ റീപ്ലേസ് ഇറ്റ്, ദാറ്റ് ഈസ് b ഫോർ എ സർക്കിൾ ഈസ് ഈക്വൽ ടു mu 0 I by 4 pi s എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഈ കേസിൽ അതിനെ എനിക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? ഐ ക്യാൻ റീപ്ലേസ് ആസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, ദാറ്റ് ഈസ് 4 pi r ഇൻറ്റു 2n by pi by n എന്ന് എഴുതാം. സോ n ആൻഡ് n ക്യാൻസൽഡ്, ഇത് പോയി 2, ദാറ്റ് ഈസ് mu 0 I by, നമ്മളിത് വേറൊരു രീതിയിലും കൂടി ഇത് കാൽക്കുലേറ്റ് ചെയ്യും. എനിവേ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ mu 0 I by 2r ഈസ് ദ, ഇതെന്താണ് സാധനം? ഈസ് ദ ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട്, എ സർക്കുലർ കറണ്ട് ലൂപ്പ് ഓഫ് റേഡിയസ് r അറ്റ് ഇറ്റ് സെൻറ്റർ. സർക്കിളിൻ്റെ സെൻറ്ററിൽ ഇതിനകത്തൂടെ ഐ കറണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ദ സെയിം ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യുക? ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേളിൽ നമ്മൾ കൈ എന്ത് ചെയ്യുന്നു? ഗ്രിപ്പ് ചെയ്യുന്നു. സോ കൈ ഗ്രിപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ദെൻ തമ്പ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ. ഓക്കെ, തമ്പായിരിക്കും നമുക്ക് എന്ത് തരിക? ഡയറക്ഷൻ തരും. അതായത് തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷൻ തരും. ഓക്കെ, ആൻഡ് ഈ കേൾഡ് ഫിംഗർ എന്ത് തരും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരു കേൾഡ് അല്ലെങ്കിൽ ഒരു കറങ്ങി വരുന്ന ഒരു സർക്കുലർ ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? അങ്ങനെയുള്ള കേസുകളിൽ ചെയ്യേണ്ടത്, ഓക്കെ, അതായത് കറണ്ട് ലൂപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കേൾഡ് ഫിംഗറിനെ, ഓക്കെ, കേൾഡ് ഫിംഗറിനെ എന്ത് ചെയ്യുക? വി ക്യാൻ പ്ലേസ് ഇറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഐ, ദെൻ തംപ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ഫിഗർ ഉണ്ട്, സെയിം. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനം, അതായത് കറണ്ട് ഒഴുകുന്നത് ഈ ഡയറക്ഷനാണ്. ഇവിടെ ഈ കാണിക്കുന്ന ഇവിടുത്തെ കുറേ സർക്കിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് നമ്മൾ ഈ ഫിഗർ നമ്മൾ യൂസ് ചെയ്ത് എന്തിനാണ്? ഈ കൈക്കുള്ളിലൂടെ പോകുന്ന ഇതിനകത്തൂടെയാണ് കറണ്ട് പോകുന്നത് എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ വിൽ ഗിവൺ ബൈ ദ കേൾഡ് ഫിംഗർ. ഇനി നേരെ തിരിച്ചാലോചിക്കുക. കറണ്ട് പോകുന്നത് ഇങ്ങനെയുള്ള ഒരു സർക്കുലാർ ലൂപ്പിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, സേ സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സർക്കുലാർ ലൂപ്പിലാണ് കറണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൈ എന്ത് ചെയ്യുക? എക്സാക്ട്ലി അതേ സർക്കുലാർ ലൂപ്പിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ ദെൻ തംപ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ,
ഇനി നേരെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ കറണ്ട് നേരെ തിരിച്ചാണ് ഫോളോ ചെയ്യുന്നത് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൈ ഇങ്ങനെ വെക്കാൻ പറ്റില്ല, കൈ തിരിച്ച് വെക്കേണ്ടി വരും. കൈ തിരിച്ച് വെക്കുന്ന സമയത്ത് തമ്പ് പോയിൻ്റ് ചെയ്യുന്നത് നേരെ താഴേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തമ്പ് ഇങ്ങനെ വരും. ഓക്കെ, ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെ പിടിക്കേണ്ടി വരും. അപ്പോൾ കൈ ഇങ്ങനെ കറങ്ങി വരും. സോ ദാറ്റ് മീൻസ് ദ ഫീൽ വിൽ ബി ഡൗൺവേർഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കേൾഡ് ഉണ്ടെങ്കിൽ, അതായത് രണ്ടിനും എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്താൽ മതി, വയർ സ്ട്രെയിറ്റ് വയർ ആണെങ്കിലും ദെൻ ഒരു കർവ്ഡ് വയർ ആണെങ്കിലും വി ക്യാൻ യൂസ് ദ സെയിം റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. പക്ഷേ വ്യത്യാസം എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പ് എന്ത് ചെയ്യണം, അതിൻ്റെ ഡയറക്ഷൻ വെക്കണം. ഇനി ഒരു കേൾഡ് ആണ് അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിട്ടുള്ളൊരു വയർ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ ഡയറക്ഷനിൽ വേണം ഞാൻ എന്ത് വയ്ക്കാൻ, എൻ്റെ ഹാൻഡ് വയ്ക്കാൻ. ഓക്കെ, അതായത് കേൾഡ് ഫിംഗർ വയ്ക്കാൻ. അപ്പോൾ തമ്പ് വിൽ ഒന്ന് കറണ്ടിൻ്റെ ഡയറക്ഷനാണെങ്കിൽ മറ്റേത് മാഗ്നറ്റിക് ഫീൽഡ് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ magnetic field will be given by the curled finger. Otherwise, if the curled finger is along the direction of the current, then thumb will give you the direction of the magnetic field. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലായിരിക്കും നമ്മൾ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പല ഫീൽഡുകളും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് മൈനസ് വരും ഏത് പ്ലസ് വരും എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. ഓക്കെ, നൗ just a minute. ഇനി അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടി വരുമ്പോൾ മറ്റൊരു ഇതുകൂടി അറിയണം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഓക്കെ, നമുക്കൊരു ഫൈനൈറ്റ് കണ്ടക്ടർ, അതിൻ്റെ തന്നെ ഇൻഫൈനൈറ്റ് കണ്ടക്ടർ ചെയ്തു. ഓക്കെ, രണ്ട് സൈഡിലേക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളത്, ദെൻ സെമി ഇൻഫൈനൈറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ പോയിന്റിലാണ്. ഇനി വേറൊരു കേസും കൂടെ നോക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഓക്കെ, ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഐ ഫ്ലോ ചെയ്യുന്നു. ദെൻ ഈ കണ്ടക്ടറിൻ്റെ നേരെ താഴെ, ഓക്കെ, കണ്ടക്ടർ ഇങ്ങനെയാണെങ്കിൽ കണ്ടക്ടറിൻ്റെ നേരെ താഴെ ഒരു പോയിൻ്റ് ഉണ്ട്. ലെറ്റ് ദിസ് പോയിന്റ് ബി ദ ഫീൽഡ് പോയിന്റ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചു, ഒന്നുകിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ അതേ ഡയറക്ഷൻ, ശരി, അല്ല ഞാൻ ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ നമുക്ക് എപ്പോഴും എന്തായിരുന്നു, ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അല്ലേ, എസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലായിരുന്നു എന്തിരുന്നത്, നമ്മുടെ ഫീൽഡ് പോയിന്റ് ഉണ്ടായിരുന്നു. ഈ ഫീൽഡ് പോയിന്റ് അടുത്തടുത്ത് വന്ന് ഈ ഫീൽഡ് പോയിന്റ് എവിടെ വന്നിരിക്കുകയെന്ന് വിചാരിക്കുക, എക്സാക്ട്ലി ഓക്കെ, ഈ ഫീൽഡ് പോയിന്റ് അവിടെ നിന്ന് മൂവ് ചെയ്ത് എക്സാക്ട്ലി ഇവിടെ വന്ന് ഇരുന്നു എന്ന് വിചാരിക്കുക. എവിടെ, നമ്മുടെ എക്സാക്ട്ലി ഓൺ ദ വയർ. ഓക്കെ, അതായത് നൗ ദ ഫീൽഡ് പോയിന്റ് ഈസ് ഓൺ ദ വയർ എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് എന്ത് സംഭവിക്കും. ഓക്കെ, along the line of the conductor. If the field point, ഇതാണ് ഫീൽഡ് പോയിന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, it is along the line of the conductor. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വരാം, ഇല്ലെങ്കിൽ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ. ഓക്കെ, ഈ ലൈനിൻ്റെ നേരെ താഴെ വന്ന ഒരാളിരിക്കുകയാണ്, ഈ പോയിൻ്റാണ് ഫീൽഡ് പോയിന്റ്. ഓക്കെ, അപ്പം ഈ ലൈൻ കാരണം ഇവിടെയുള്ള ഫീൽഡ് എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഓക്കെ, ഇത് നമുക്ക് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം എന്തെഴുതാൻ നോക്കും, μ0I/4π s ഇൻറ്റു സം സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ നോക്കും. പക്ഷേ എസിൻ്റെ വാല്യൂ നമ്മൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റ് ആവില്ല. ഇല്ലെങ്കിൽ തീറ്റ 1 എന്ന് ചെയ്യാം. പക്ഷേ ഇതിനേക്കാളെല്ലാം എളുപ്പമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ എവിടേക്ക് പോവുക, dB ഈസ് ഈക്വൽ ടു μ0I/4π ഇൻറ്റു dl ക്രോസ് r. ഇതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള ഡയറക്ഷൻ ബൈ r² ഇൻറ്റു ഓക്കെ dl ക്രോസ് r. ഈ dl ക്രോസ് r കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. നമുക്കൊന്ന് നോക്കാം. ഈ കേസിൽ നമുക്ക് dl ക്രോസ് r ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു DL കണ്ടെത്തണം. സോ ലെറ്റ് ദിസ് ബി ദ DL. ഓക്കെ, അപ്പോൾ DL, ഇപ്പോൾ ഞാനിവിടെ ഒരു ആർബിട്രറി ഒരു കോർഡിനേറ്റ് സിസ്റ്റം വെക്കുകയാണ്. വെച്ച് കഴിയുമ്പം എക്സ് വൈ ആൻഡ് ഇസഡ്. അപ്പം നമ്മുടെ വയർ ഏത് ഡയറക്ഷനാണ്, വയർ ഈസ് അലോങ് ദ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പം വയർ ഇസഡ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം, സോറി, വയർ എക്സ് ഡയറക്ഷനിലാണ്, നോട്ട് ഓക്കെ, വയർ എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ DLൻ്റെ ഡയറക്ഷൻ എന്താണ്, DL ഈസ് ഈക്വൽ ടു DL, ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എക്സ് ക്യാപ്പ് എന്നുള്ളത്. ഇനി ഐ ഹാവ് ടു ഫൈൻഡ് ദ സെപ്പറേഷൻ വെക്ടർ. നമ്മുടെ ഈ R എന്ന് പറയുന്നത് ക്യാപിറ്റൽ R കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ R? ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഫീൽഡ് അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന്, ഓക്കെ, ഇതാണല്ലോ സോഴ്സ് ഇപ്പോൾ,
അതായത് ഇതാണ് ഫീൽഡ് ഉണ്ടാക്കുന്നത്. സോഴ്സിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്കുള്ള വെക്ടറിനെയാണ് ഞാൻ എന്ത് വിളിക്കുക? ഐ കോൾ ഇറ്റ് ആസ് ദ സെപ്പറേഷൻ വെക്ടർ. അപ്പം സെപ്പറേഷൻ വെക്ടർ ഞാൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി അലോങ് ദിസ് ഡയറക്ഷൻ ഇങ്ങോട്ട് വരയ്ക്കണം അല്ലേ? ഓക്കെ, ഞാനിത് ചരിഞ്ഞു പോയെന്നേ ഉള്ളൂ. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഡി എൽ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് ഒരു സ്മോൾ വെക്ടർ, ആൻഡ് അടുത്ത ആൾ ദാറ്റ് ഈസ് ദ സെപ്പറേഷൻ വെക്ടർ ആർ ഇങ്ങനെയാണ് അല്ലേ? ഇതാണ് രണ്ടുപേരുടെയും ഡയറക്ഷൻ. ഓക്കെ, സോ ദേ ആർ ആൻറ്റി പാരലൽ, സിമ്പിളായിട്ട് പറഞ്ഞു. സോ എനിക്ക് ആറിനെ എങ്ങനെ എഴുതാം? ലെറ്റ് ഈ ഡിസ്റ്റൻസിനെ ഞാനങ്ങ് എക്സ് എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ആർ എന്ന് തന്നെ വിളിക്കാം, മാഗ്നിറ്റ്യൂഡ് ആർ. അപ്പോൾ എനിക്ക് എന്ത് വിളിക്കാം? ആർ ഇൻറ്റു ഇത് എക്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ദാറ്റ് മീൻസ് മൈനസ് എക്സ് ക്യാപ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി എൽ ക്രോസ് ആർ. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ഡി എൽ ക്രോസ് ആർ. ഓക്കെ, ഡി എൽ ക്രോസ് ആർ കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സോ ഒരു മൈനസ് ഡി എൽ ഇൻറ്റു ആർ, ഒരു മൈനസും കൂടി എടുത്തു കഴിഞ്ഞാൽ എക്സ് ക്രോസ് എക്സ്. നമുക്കറിയാം എക്സ് ക്രോസ് എക്സ് എന്താണ്? 0 ആണ്. ദെയർഫോർ ദ ഫീൽഡ് along the line of the conductor will be 0. എന്ന് വെച്ചാൽ ഇവിടെയോ അല്ലെങ്കിൽ ആ കണ്ടക്ടറിലോ കണ്ടക്ടറിൻ്റെ നേരെ താഴെയോ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൻ്റെ നേരെ താഴെയോ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും നോളജ് വെച്ചുകൊണ്ട് ലെറ്റ്സ് ഡു സം അതർ പ്രോബ്ലംസ്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ബയോട്ട് സവാർട്സിലോടെ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർക്കുലർ ലൂപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് അതിന് മുമ്പ് വേറെ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് പോകാം. ഓക്കെ, സോ ഇമാജിൻ ദാറ്റ് വി ഹാവ് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. So this is up to infinity. സോ ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. ഇതൊരു സെമി സർക്കുലർ പാർട്ടാണ് ഇത്രയും. ആ സെമി സർക്കുലർ പാർട്ടിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആറാണ്. പി ആണ് നമ്മുടെ ഫീൽഡ് പോയിൻറ്റ്. ഓക്കെ, ലെറ്റ് പി ബി ദ ഫീൽഡ് പോയിൻറ്റ്. ഓക്കെ, now what is the field at the field point? That's the question. ഓക്കെ, അപ്പം ഈ കറണ്ട് എന്ന് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ പ്രത്യേകത ഇതെന്താണ്? ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള വയറായിരുന്നു, അതിനെ വളച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെമി ഇൻഫൈനൈറ്റ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെമി ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ പോയിൻറ്റ്സിനെ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ വെച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് പാർട്ട് 1. ഓക്കെ, ഇത്രയും ഭാഗം. ദെൻ ഇതിനെ ഈ എൻറ്റയർ സെഗ്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ ഈ എൻറ്റയർ ലൂപ്പിനെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ 3 പാർട്ടാക്കി മാറ്റാണ്. 1, 2 ആൻഡ് 3. അതായത് 1ഉം 3ഉം 2 സ്ട്രെയിറ്റ് ലൈൻ പാർട്സ് ആണ്. 2 എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ പാർട്ടാണ്. നൗ വാട്ട് ഈസ് ദ ഫീൽഡ് ഡ്യൂ ടു ദിസ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അറ്റ് ദ പോയിൻറ്റ് പി? ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ബി പി ദ ടോട്ടൽ ബി എന്ന് പറയുന്നത് ബി ഡ്യൂ ടു 1 പ്ലസ് ബി ഡ്യൂ ടു 2 പ്ലസ് ബി ഡ്യൂ ടു 3 ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യം എന്താണ്? ഒരു സെമി ഇൻഫൈനൈറ്റ് ലൂപ്പ് ഉണ്ടെങ്കിൽ, ഓക്കെ, സെമി ഇൻഫൈനൈറ്റ് ലൂപ്പ് കാരണമുള്ള ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? μ0I/4πr എന്നായിരുന്നു. ഓക്കെ, ആർ എന്നോ നമ്മൾ എ എന്നോ ആയിരിക്കും അല്ല എസ് എന്നോ ആയിരിക്കും നമ്മൾ എഴുതിയത്. ഓക്കെ, ദിസ് ഈസ് ദ ബി. ഓക്കെ, എന്ന് വെച്ചാൽ ഏത് കേസ്? അതായത് നമുക്ക് ഇങ്ങനെ ഒരു ലൈനുണ്ട്, ഈ ലൈൻ ഇങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ, ഓക്കെ, വാട്ട് ഈസ് ദ ഫീൽഡ് അറ്റ് ദിസ് പോയിൻറ്റ്? ഓക്കെ, ഇങ്ങനെയുള്ളൊരു കേസിൻ്റെ ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഇതെന്താണ്? ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് എസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിവൺ പ്രോബ്ലം നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ കൊടുത്തിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ലൈനും അതിന് എക്സാമ്പിളാണ്. നമുക്ക് ആദ്യത്തെ നോക്കാം. B1 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. B1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ കേസ്? ദിസ് ഈസ് അവർ വയർ, ദറ്റ് ഈസ്
സെമി ഇൻഫൈനൈറ്റ്. ദ പോയിന്റ് P ഈസ് ഹിയർ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം r തന്നെയായിരിക്കും, കാരണം അതൊരു സെമി സർക്കിളിൻ്റെ പാർട്ടാണ്. അപ്പോൾ എന്തെഴുതാം? μ0 I/4πr എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ബട്ട് ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ നമുക്ക് ഇപ്പോൾ തന്നെ വേണേൽ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കറിയാം ലൈൻ പോകുന്ന ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഡയറക്ഷൻ എഴുതാൻ എപ്പോഴും നല്ലത് ഒന്നുകിൽ നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിൽ വെക്കാം, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പറിനോ അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാം. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇതേ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, വി ജസ്റ്റ് സെറ്റപ്പ് ആൻ ആർബിട്രറി ആക്സിസ്. ഓക്കെ, ആക്സിസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, അതിനകത്ത് കാര്യമില്ല. ഈ ആക്സിസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ B1 കാൽക്കുലേറ്റ് ചെയ്യും, B2 കാൽക്കുലേറ്റ് ചെയ്യും, B3 കാൽക്കുലേറ്റ് ചെയ്യും. ഈ B1ഉം B2ഉം B3യും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വെറുതെ അങ്ങ് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇഫ് വൺ ഓഫ് ദം ഈസ് ഡിഫറൻറ്റ് അല്ലെങ്കിൽ ടു ഓഫ് ദം ഈസ് ഡിഫറൻറ്റ്, എന്തായാലും ഡിഫറൻ്റ് ആയിട്ടുള്ളവരെ എന്ത് ചെയ്യേണ്ടി വരും? വെക്ടർ അഡീഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളതിൻ്റെ സൈനും കൂടെ കൺസിഡർ ചെയ്ത് വേണം ആഡ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സൈൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ടൊരു കോർഡിനേറ്റ് സിസ്റ്റം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ, സോ എക്സ് വൈ ഇസഡ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എക്സ് വൈ പ്ലെയിനിലാണ് നമ്മുടെ ആരുള്ളത്, ഈ പറയുന്ന ലൂപ്പ് ഉള്ളത്. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതാണ് ഐയുടെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗ്രിപ്പ് യുവർ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് ചെയ്ത് എന്ത് കിട്ടും? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് ചെയ്യുമ്പോൾ തമ്പ് എങ്ങോട്ടിരിക്കണം? തമ്പ് ഷുഡ് പോയിൻറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഓക്കെ, അങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ ഡയറക്ഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ എങ്ങനെ കേൾ ചെയ്യും? ഇങ്ങനെ കേൾ ചെയ്യും. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയെന്ന് വെച്ചാൽ ഈ കവർ ചെയ്ത് അകത്തേക്ക്, ദാറ്റ് ഈസ് ഈ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ആ ലൈൻ ഒന്ന് ഞാൻ മാറ്റി വരയ്ക്കാം. സേ ലെറ്റ്സ് ഇമാജിൻ ദിസ് ഈസ് ദ ലൈൻ. നമുക്ക് ഇനി അത് വേണ്ടി വരുന്നൊരു സാധനമാണ്. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് റൈറ്റ് ഹാൻഡ്, അപ്പോൾ ഇതാണല്ലോ ഡയറക്ഷൻ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിയായിരിക്കും പോവുക. കറങ്ങി പോവാന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് ലൈനിൻ്റെ തൊട്ടു മുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തോന്നുന്നു, ഇൻ ടു ദ പേജ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? അത് കറങ്ങി തിരിച്ച് കയറി വരും, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ പേജ് ആയിരിക്കും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിന്നീട് ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ അകത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഇൻ ടു ആൻഡ് ഔട്ടർ ഫീൽഡ് വിൽ ബി ഔട്ട് ഓഫ്. ഓക്കെ, അപ്പം ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ? നമുക്ക് നോക്കാം. ഇസഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് യു, അതായത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പം ഇൻ ടു ദ പ്ലെയിൻ എന്തായിരിക്കും? മൈനസ് ഇസഡ് ക്യാപ്പ് ആയിരിക്കും. സോ ഇറ്റ്സ് ഡയറക്ഷൻ വിൽ ബി മൈനസ് ഇസഡ് ക്യാപ്പ്, B1 ആയി. ഓക്കെ, ഇങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തത് എപ്പോഴും ഗ്രിപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, റൈറ്റ് ഹാൻഡ് തന്നെ ഗ്രിപ്പ് ചെയ്യണം. ഇനി അടുത്തത് ലെറ്റ് മീ കാൽക്കുലേറ്റ് B3 ഫസ്റ്റ്, ദെൻ വി വിൽ ഗോ ടു B2. ഓക്കെ, നൗ ലെറ്റ് us take B3. ഓക്കെ, B3 എടുത്താൽ വാട്ട് ഈസ് B3? B3 ഈസ് ഈക്വൽ ടു അഗെയിൻ μ0 I/4πr. ഞാൻ അതിന് മുമ്പ് അതൊന്ന് വരയ്ക്കാം. അതായത് B3 എന്ന് പറഞ്ഞാൽ നേരെ മുകളിൽ വരും. ഓക്കെ, ഇതാണ് നമ്മുടെ P. ദിസ് ഡിസ്റ്റൻസ് ഈസ് R, സോ μ0 I/4πr. നൗ ദിസ് ഈസ് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഫ്ലോയിങ്. നൗ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്? അപ്പോൾ നിങ്ങൾ തമ്പ് കൊണ്ടുവന്ന് ഇവിടെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തമ്പ് ഏത് ഡയറക്ഷൻ ഇരിക്കണം? തമ്പ് ഷുഡ് ബി അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെ ഇരിക്കണം? തമ്പ് ഇങ്ങോട്ടായിരിക്കണം പോയിൻ്റ് ചെയ്യുന്നത്. തമ്പ് ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേൾഡ് ഫിംഗർ എങ്ങോട്ട് കേൾ ചെയ്യും? വിൽ കേൾ ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ തമ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേൾഡ് ഫിംഗർ എങ്ങനെയായിരിക്കും? ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ കറങ്ങി വരും. അതായത് അതിനർത്ഥം ഇവിടെ നിന്ന് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഹിയർ ഇൻ ടു ദ പ്ലെയിൻ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഇൻ ടു ദ പ്ലെയിൻ. ഇതിങ്ങനെ ആക്ച്വലി പറഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങി വരിക. കണ്ടോ, ഇതാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഇവിടെയും പ്രശ്നമില്ല. ഇവിടെയും ഇൻസൈഡ് എന്താണ്? വയറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ എൻറ്റയർ ഒബ്ജക്റ്റിന് അകത്ത് എന്താണ്? ഇറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇൻ ടു ദ പ്ലെയിനെ ഞാൻ എന്തായിട്ടാണ് എഴുതിയത്? മൈനസ് ഇസഡ് ക്യാപ്പ്. സോ എഗെയിൻ ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഓൾസോ മൈനസ് ഇസഡ് ക്യാപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡയറക്ഷൻ നോക്കിയിട്ടേ ആഡ് ചെയ്യാവൂ. ഇനി നമുക്ക് B2 കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദ വാല്യൂ ഓഫ് B2 ഈസ് ഈക്വൽ ടു, ഒരു സർക്കുലാർ ലൂപ്പ് ആണെങ്കിൽ μ0 അല്ലേ, ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ
സെൻറ്ററിലെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു B ഈസ് ഈക്വൽ ടു μ0I/2R എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ളതൊരു ഫുൾ സർക്കിൾ അല്ല, ഒരു സെമി സർക്കിളാണ്. അപ്പോൾ ഇത് എൻ്റെ ഫീൽഡ് എത്രയായിരിക്കും? വിൽ ബി ഹാഫ് ഓഫ് ദിസ്. ഓക്കെ, ഇതിൻ്റെ പകുതി ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ അങ്ങനെ അസ്യൂം ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ജനറൽ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇതൊരു ഫുൾ സർക്കിൾ ഉണ്ടല്ലോ, ചിലപ്പം സർക്കിൾ സെമി സർക്കിൾ തരാം, അല്ലെങ്കിൽ ക്വാർട്ടർ തരാം, അല്ലെങ്കിൽ ഒരു സെക്ടർ തരാം ഓഫ് ആൻ ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഇത്രയും പാർട്ടാണുള്ളതെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ബി ദ ഫീൽഡ് ഇങ്ങനെ ചോദിച്ചാൽ, ഓക്കെ, വാട്ട് ഈസ് ദ ഫീൽഡ് അറ്റ് ദിസ് പോയിൻറ്റ്? ഇതൊരു സെക്ടർ ആണെങ്കിൽ, തീറ്റ ആംഗിളുള്ള ഒരു സെക്ടർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് നമ്മൾ അതിനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഈ ബി എന്ന് പറയുന്നത് എന്താണ്? ഫോർ ആൻ ആംഗിൾ 2π. അതായത് സർക്കിൾ മൊത്തത്തിൽ എത്ര ആംഗിൾ ഉണ്ട്? 2π. അപ്പം 2πക്ക് എത്രയുണ്ട്? ഇത്രയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, B/2π ആണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് പെർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2πക്ക് B ആണെങ്കിൽ വാട്ട് ഈസ് ഫോർ തീറ്റ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഫോർ എ ഫുൾ സർക്കിൾ ഈസ് B, ഫുൾ സർക്കിൾ എന്ന് കാണിക്കാനാണ് 2π, 2πക്ക് B ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഫോർ തീറ്റ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ μ0I/2R ഇൻറ്റു തീറ്റ/2π ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും നമുക്ക് കിട്ടാൻ. ഓക്കെ, അപ്പം നമ്മുടെ ഇതും ഒരു യൂസ്ഫുൾ എക്സ്പ്രഷനാണ്. ഓക്കെ, ഇത് പഠിക്കണം എന്ന് നിർബന്ധമില്ല, സർക്കിളിൻ്റെ പഠിച്ച് വെച്ചാൽ മതി. ഇത് ഇങ്ങനെയുള്ളത് എഴുതാൻ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇതെങ്ങനെ എഴുതുമെന്ന് മാത്രം ഓർത്താൽ മതി. നൗ B2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? μ0I/2R ഇൻറ്റു നമുക്ക് അറിയാം 1/2π ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ? സെമി സർക്കിളാണ്, അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് പൈ ആയിരിക്കും. ഓക്കെ, സോ പൈ ആൻഡ് പൈ ഗോട്ട് ക്യാൻസൽ, ദാറ്റ് ഈസ് μ0I/4R എന്ന് കിട്ടി. ഓക്കെ, നൗ ഇറ്റ്സ് ഫൈൻ. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒരു സെമി സർക്കിളാണ്, കറണ്ട് ഫ്ലോയിങ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, ഓക്കെ, ഇങ്ങനെയാണല്ലോ, സംതിങ് ലൈക്ക് ദിസ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതേ ഡയറക്ഷനിൽ നമ്മുടെ കൈ കൊണ്ടുവന്ന് വെക്കാൻ നോക്കുക. ഓക്കെ, ഫിംഗർ റൈറ്റ് ഹാൻഡ് ആണ് എപ്പോഴെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് പോയാൽ മൊത്തം തെറ്റും. ഓക്കെ, എപ്പോഴും റൈറ്റ് ഹാൻഡ് തന്നെ ഉപയോഗിക്കാവൂ. അപ്പോൾ റൈറ്റ് ഹാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗേഴ്സ് ഈ ഡയറക്ഷനിൽ കേൾ ചെയ്യണമെങ്കിൽ, ഓക്കെ, കേൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പ് എങ്ങോട്ടിരിക്കണം? തമ്പ് ഷുഡ് ബി ഇൻ ടു ദ പ്ലെയിൻ. ഓക്കെ, ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. സോ അവിടെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. ഇൻ ടു ദ പ്ലെയിൻ്റെ ഡയറക്ഷൻ -z. സോ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ഓൾ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, -z. അപ്പോൾ ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്ത് ചെയ്താൽ മതി? വെറുതെ ആഡ് ചെയ്താൽ മതിയാവും. എല്ലാം ഒരേ ഡയറക്ഷനിലാണ്. സോ ദ ടോട്ടൽ B ഈസ് ഈക്വൽ ടു B1 + B2 + B3. പിന്നെ വേണമെങ്കിൽ ഡയറക്ഷൻ കൊടുക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ യൂഷ്വലി ഡയറക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഡയറക്ഷൻ നമ്മളിട്ട ഡയറക്ഷനാണ്. ക്വസ്റ്റിനകത്ത് മിക്കവാറും മാഗ്നിറ്റ്യൂഡ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഇനി ഒരു കോർഡിനേറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കൂടെ ചേർത്ത് എഴുതാം. സോ μ0I/4πR പോലുള്ള എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഓക്കെ, ഇൻറ്റു 2 പ്ലസ് μ0I/4R ഉണ്ട്. വേണമെങ്കിൽ ഇതിനകത്തുനിന്നൊരു μ0I/4R കോമൺ എടുത്തിട്ട് 2/π + 1 എന്നൊക്കെ എഴുതാം. അതിനകത്തൊന്നും കാര്യമില്ല. ഓക്കെ, സോ അത് ഏത് ഡയറക്ഷനിലാണ്? -z ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇത് കുറച്ചാകുമ്പോൾ ശീലമായിക്കോളൂ. പെട്ടെന്ന് ഈ എക്സ്പ്രഷൻ മാത്രം ഓർത്തിരിക്കുക. ഡയറക്ഷൻ പെട്ടെന്ന് കൈവച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, സം ചെയ്യുക. ഇത്രേ ഉള്ളൂ സാധനം. ഓക്കെ, നമുക്കപ്പം ഇതേലത്തെ 1-2 പ്രോബ്ലംസും കൂടെ നോക്കാം. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ. ഇവിടെ നിന്നൊരു കറണ്ട് വരുന്നു, ഇത് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകും. ഓക്കെ, ഈ സർക്യൂട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രേ ഉള്ളൂ. നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഷേപ്പ് ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതിവിടെ വന്ന് എൻഡ് ചെയ്യുന്നു വിചാരിക്കും. നൗ വി ഹാവ് ടു അപ്പോൾ ഇത് ആക്ച്വലി എന്ത് മനസ്സിലാക്കണം? ഇതൊരു ഫുൾ സർക്കിളായിരുന്നു. ആ സർക്കിളിൻ്റെ ക്വാർട്ടർ മാത്രമാണ് ഉള്ളത്.
നൗ ഓക്കെ, ഇതാണ് നമ്മുടെ ഫീൽഡ് പോയിൻ്റ് പി എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ട് സർക്കിൾസ് ഉണ്ടല്ലോ ആക്ച്വലി, ഒരു ഇന്നർ സർക്കിളും ഒരു ഔട്ടർ സർക്കിളും. റേഡിയസ് ഓഫ് ദ ഇന്നർ സർക്കിൾ ഈസ് എ, സോ ദിസ് ഈസ് എ ആൻഡ് ദ ഔട്ടർ സർക്കിൾ ഈസ് ബി. ഓക്കെ, ദിസ് ഈസ് എ ആൻഡ് ബി. അപ്പോൾ ഇത് രണ്ടും കാരണമുള്ള ഫീൽഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ഫീൽഡ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഇതിനെയും വീണ്ടും പല പാർട്ടുകളാക്കി വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഇവിടെ ഇത്രയും ഭാഗം തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെ 1 എന്ന് വിളിക്കുന്നു. ലെറ്റ് മീ കോൾ ദിസ് ആസ് 1. ഇത് സെഗ്മെൻറ്റ് 1. പിന്നെ ഈ കർവ്ഡ് പാർട്ടിനെ 2 എന്ന് വിളിക്കുന്നു. പിന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻ പാർട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്, അതിനെ 3 എന്ന് വിളിക്കുന്നു. ദെൻ ഈ പാർട്ടിനെ എനിക്ക് എന്ത് വിളിക്കാം, ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് 4. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങോട്ടും കൂടെ ഉണ്ടെങ്കിൽ അതിനെയും വിളിക്കാം. നമ്മൾ തൽക്കാലം എത്ര വിളിക്കുന്നുള്ളൂ, അതെന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് എടുക്കാം. ആദ്യം പാർട്ട് 1 കാരണമുള്ള ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 1 കാരണമുള്ള ഫീൽഡ് ഓക്കെ കാൽക്കുലേറ്റ് ചെയ്തു. 1 എന്ന് പറയുന്നത് എങ്ങനെയാണ്, നേരെ താഴേക്കാണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ആ 1 എന്ന് പറയുന്നത് ഇത്തിരി വലുതാക്കി വരച്ചാൽ എങ്ങനെ ഇരിക്കും, 1 നേരെ താഴേക്ക് വരും. 1 ഇവിടെ ഇത്ര ഉള്ളെന്ന് വിചാരിക്കാം. 1 എന്ന് പറയുമ്പോൾ അത്ര ഉള്ളല്ലോ. ഓക്കെ, 1ൻ്റെ നേരെ താഴെയുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, ദാറ്റ് ഈസ് അലോങ് ദ ലൈൻ ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, കണ്ടക്ടറിൻ്റെ അതേ ലൈനിൽ തന്നെ വരുന്ന ഒരു പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. അപ്പം ഈ 1 കാരണമുള്ള ഫീൽഡ് എന്തായിരിക്കും, വിൽ ബി 0. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇങ്ങനൊരു ലൈൻ ഉണ്ടെങ്കിൽ ഈ പോയിന്റിലെ ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് നേരെ തിരിച്ച് ഇങ്ങോട്ട് എടുത്താലും എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു കേസാണ് 1 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തെഴുതാം, വി ക്യാൻ റൈറ്റ് B1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇനി 3യും എന്ത് തന്നെ ആയിരിക്കും, ഒബ്വിയസ്ലി 3യും എന്തായിരിക്കും, 3 എന്ന് പറയും. തേർഡ് പാർട്ട് ഇങ്ങനെ വരും, അതിൻ്റെ നേരെ ഫ്രണ്ടിലിരിക്കുന്നതാണ്. സോ 3 ഈസ് ഓൾസോ 0. ഓക്കെ, അപ്പം B3 ഈസ് 0. ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട പാർട്ടുകൾ B2ഉം B4ഉമാണ്. ഓക്കെ, നൗ വി കൺസിഡർ ഡ്യൂ ടു ദ പാർട്ട് 2, ദാറ്റ് ഈസ് B2. അപ്പം B2 നമുക്ക് എഴുതാം. B2 എഴുതാൻ വേണ്ടിയിട്ട് സോ B2 ഈസ് ഈക്വൽ ടു ഒരു സെമി സർക്കിളല്ല, ഒരു ക്വാർട്ടർ സർക്കിളാണ്. അപ്പോൾ സർക്കിൾ കാരണമുള്ളതിൻ്റെ എക്സ്പ്രഷൻ ഇവിടെയുണ്ട്, μ0I/2r ഇൻറ്റു പർട്ടിക്കുലർ ആംഗിൾ 2π. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാം. ദിസ് ഈസ് ദ ബി. ഓക്കെ, ബി തീറ്റ. ഇവിടെ എത്ര ആയിരിക്കും ഈ ആംഗിൾ π/2 ആണ് അല്ലേ, ഇത് π/2 ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്, ദറ്റ് ഈസ് ബി ഫോർ π/2 is equal to μ0/2r, μ0I ഉണ്ട് ഇവിടെ, സോറി. ഓക്കെ, μ0I/π/2 okay into 2. Okay, and pi got cancelled, then μ0I/8r. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഈ ക്വാർട്ടർ ഹാഫ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, എന്ത് ചെയ്താൽ മതി, μ0I/2r ആണ് ഫുൾ സർക്കിൾ, അതിൻ്റെ പകുതി μ0I/4r, അതിൻ്റെ പകുതി μ0I/8r. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് കിട്ടി, μ0I/8r. വാട്ട് ഈസ് ആർ? ഓക്കെ, ഇത് ഔട്ടർ സർക്കിളാണ്. സോ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ബി ആണ്, 8b. ഓക്കെ, നമുക്കിതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. ആദ്യം മാഗ്നിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്ത് തീർക്കാം. സോ ഫോർത്ത് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ B4 is equal to μ0I/8. The radius is 8. Okay, ഇനി നമുക്ക് ഡയറക്ഷൻ നോക്കാം. What would be the direction? ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തേതിൻ്റെ ഡയറക്ഷൻ. 2 എന്ന് പറയുന്ന പാർട്ട് ഇങ്ങനെയാണ്. അപ്പോൾ 2 എന്ന പാർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിംഗർ വെച്ച് നോക്കുക. ഫിംഗർ വെച്ച് നോക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലായ്പ്പോഴും ഒരു കോർഡിനേറ്റ് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കോർഡിനേറ്റ് സെറ്റ് ചെയ്ത് തന്നെ എഴുതുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇൻറ്റു ഓർ ഔട്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ചാലും മതി. കാരണം ഇതൊരു പ്ലെയിനിലാണ്, ഇത് കിടക്കുന്ന ഒരു പ്ലെയിനിലാണ്, അതിന് പെർപെൻഡിക്കുലറായിട്ട് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് വരത്തുള്ളൂ. കാരണം അവിടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് ആണല്ലോ എക്സിസ്റ്റ് ചെയ്യുന്നത്. നൗ ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ, ദിസ് ഈസ് ഇസഡ്. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, നമ്മുടെ ഈ ലൂപ്പ്, ഈ പർട്ടിക്കുലർ ഷേപ്പ് കിടക്കുന്നത് എവിടെയാണ്, XY പ്ലെയിനിലാണ്. ഓക്കെ, അപ്പം 2 എന്ന് പറയുന്ന ലൂപ്പിൽ നിങ്ങൾ ഫിംഗർ കേൾ ചെയ്യാൻ ശ്രമിച്ചാൽ, ഓക്കെ, ഫിംഗർ കേൾ ചെയ്യുന്ന ഏതായിരിക്കണം, ഈ ഡയറക്ഷനിലായിരിക്കണം. അതായത് ഇങ്ങനെ 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 കേൾ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ 4 ഫിംഗർ ഇങ്ങനെ കേൾ ചെയ്താൽ യുവർ തം ഷുഡ് ബി ഇൻ ടു ദ പ്ലെയിൻ.
ഓക്കെ, എങ്കിലേ പറ്റുള്ളൂ. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വെക്കാൻ പറ്റും. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം എങ്ങോട്ടാവും? ഈ ഡയറക്ഷനാവും. പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഈ ഡയറക്ഷൻ. നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം ഫിംഗേഴ്സ് വെക്കേണ്ടത്. അങ്ങനെ 4 ഫിംഗർ ആ ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ തമ്പ് വിൽ പോയിൻറ്റ് ഇൻവേർഡ്. ഓക്കെ, അപ്പോൾ തമ്പ് ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ ഇസഡ് ആണ്. ഓക്കെ, ഇത് എക്സ്, ഇത് വൈ. ഇസഡ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇവിടെ നിന്ന് അകത്തേക്ക് വരണം. അകത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, അതായത് മൈനസ് ഇസഡ് ക്യാപ് ഡയറക്ഷൻ ആയിരിക്കും ആർക്കുണ്ടാവുക? നമ്മുടെ B2-നുണ്ടാവുക. ഓക്കെ, ഇനി ഇൻ ദ സിമിലർ വേ നമുക്ക് ആരുടെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് us calculate the field due to the fourth part. അപ്പോൾ ഫോർത്ത് പാർട്ടിൽ ഫിംഗർ വെക്കേണ്ടത് എങ്ങനെയാണ്? നേരത്തെ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം ഇങ്ങോട്ട് വെച്ചെങ്കിൽ നമ്മുടെ ഫിംഗർ എങ്ങനെ ഇരിക്കണം? ദ ഫിംഗർ ഷുഡ് ബി along ദിസ് ഡയറക്ഷൻ. ഇങ്ങനെ കേൾ ചെയ്യേണ്ടി വരും 4 ഫിംഗർ. അങ്ങനെ കേൾ ചെയ്യുമ്പോൾ തമ്പ് എന്ത് ചെയ്യും? ഇങ്ങോട്ടിരിക്കണം. തമ്പ് ഷുഡ് പോയിൻറ്റ് away from the out of the plane of the paper. So അതെന്തായിരിക്കും? along the z cap direction. Okay, so this will have a direction z cap. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് തമ്മിൽ ആക്ച്വലി സബ്ട്രാക്ട് ചെയ്യപ്പെടുകയായിരിക്കും ചെയ്തത്. ഇവിടെ ഇത് z ആണോ x ആണോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. ഒന്ന് പ്ലസും ഒന്ന് മൈനസും, അതായത് ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മറ്റേത് എന്നുള്ള സെൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോർഡിനേറ്റ് ഒക്കെ സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സേ ഇൻറ്റു ഔട്ട്. ഓക്കെ, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് എന്നെടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് കാര്യമില്ല, നമുക്കതെങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഒന്ന് മൈനസ് ഓക്കെ, ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് എടുക്കും. അപ്പോൾ സം അങ്ങനെ വേണം എഴുതാൻ. അപ്പം വാട്ട് ഈസ് ദ ബി? ടോട്ടൽ ബി എന്ന് പറഞ്ഞാൽ μ0I / 8a minus μ0I / 8b into direction ഓടെ വേണമെങ്കിൽ I can put an z cap. Okay, that is μ0I / 8 into 1/a minus 1/b into z cap വരും ആൻസർ. Okay, this is the value of this magnetic field. Okay. Now one more, ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. പ്രോബ്ലം ഇങ്ങനെയാണ്. നെക്സ്റ്റ് പ്രോബ്ലത്തിലെ മാഗ്നറ്റിക് ലൂപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വിൽ ബി വരച്ചപ്പം കറക്റ്റായില്ല, എന്നാലും ഓക്കെ. ഇങ്ങനെ ഇൻഫൈനൈറ്റിലേക്ക് പോകുന്ന ഒരു എന്താണ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പിൻ്റെ പ്രത്യേകത ഫസ്റ്റിനൊരു റേഡിയസ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഓരോ ലൂപ്പ് കഴിയുമ്പോൾ അതിൻ്റെ റേഡിയസ് കൂടി വരികയാണ്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് റേഡിയസിനെ നമുക്ക് ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസിനെ ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് R1. ഓക്കെ, അതിനെ R1 എന്ന് വിളിക്കുന്നു. ദാറ്റ് R1 ഈസ് ഈക്വൽ ടു ലെറ്റ് A എന്ന് വിളിക്കാം. ഓക്കെ, ദ റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ലൂപ്പ് ബി A. ഓക്കെ, നൗ അടുത്ത ഓരോ ലൂപ്പിൻ്റെയും റേഡിയസിനുള്ള ഒരു ജനറൽ ഫോർമുല തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് Rn ഈസ് ഈക്വൽ ടു n ഇൻറ്റു Rn-1 എന്ന് വെച്ചാൽ nth ലൂപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ലൂപ്പിൻ്റെ റേഡിയസ് ഇൻറ്റു ഇപ്പോഴത്തെ ലൂപ്പ് ഏതോ അതിൻ്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം? വി ക്യാൻ റൈറ്റ് R2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു R2 - 1 ദാറ്റ് ഈസ് R1. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് R1? ദാറ്റ് ഈസ് A. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? 2A എന്ന് എഴുതാം. വാട്ട് ഈസ് R3? R3 ഈസ് ഈക്വൽ ടു സം 3R3 - 1 that is 3R2. R2 is 2A, that is ഇതെന്താവും? 3 into 2 into A എന്നാവും. ഞാനിങ്ങനെ 3 into 2 എന്ന് മനഃപൂർവ്വം തന്നെ എഴുതാണ്, 6 എന്ന് എഴുതാവുന്നേ ഉള്ളൂ. എനിവേ അത് ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലാവും. സോ R4 is equal to 4 into R3 എന്ന് എഴുതാം. 4R3 which is equal to 4 into 3 into 2. ഓക്കെ, ദെൻ R5 ഒബ്വിയസ്ലി എന്തായിരിക്കും? R5 എന്ന് പറഞ്ഞാൽ 5 ഇവിടെ റേയും കൂടെ ഉണ്ട്. 5 into 4 into
3 into 2 into a. ഓക്കെ, ഇത്ര ഞാൻ എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് ഓരോ സക്സസീവായിട്ടുള്ള ലൂപ്പിൻ്റെയും റേഡിയസുകൾ എനിക്ക് കിട്ടി. ഇനി ഇങ്ങനെ ഇത് അപ് ടു ഇൻഫിനിറ്റി പോവും, Rn വരെ പോവും. ഓക്കെ, അല്ല സോറി, അപ് ടു ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ലൂപ്പാണ്. സോ n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇങ്ങനെ താഴേക്ക് പോകും. വാട്ട് ഈസ് എ ഫീൽഡ് ഡ്യൂ ടു ദിസ്? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് us ടേക്ക് ദ ഫസ്റ്റ് സർക്കിൾ. ഓക്കെ, ഫസ്റ്റ് സർക്കിൾ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഫസ്റ്റ് സർക്കിളിനെ കുറച്ച് വലുതാക്കി വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. അതിൻ്റെ റേഡിയസ് എത്രയാണ്? എ ആണ്. ഓക്കെ, റേഡിയസ് എ ആയിട്ടുള്ളൊരു സർക്കിളാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഫീൽഡ് ഇങ്ങനെ കറങ്ങുമ്പോൾ, ഇപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും ഒരു കാര്യം മനസ്സിലാവും, എല്ലാ ലൂപ്പിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം എന്തായിരിക്കും? ഒരേ ഡയറക്ഷനിലായിരിക്കും. വേണമെങ്കിൽ കോർഡിനേറ്റ് സെറ്റ് ചെയ്യാം. കോർഡിനേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ് ദിസ് ബി എക്സ്, വൈ ആൻഡ് ഇസഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? ഇസഡ് ക്യാപ്പ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓരോ സർക്കുലാർ ലൂപ്പ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഏത് ആഡ് ചെയ്യണം, ഏത് സബ്ട്രാക്ട് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിവേ ഇതെല്ലാം ഒരേ ഡയറക്ഷനിലാണ്, എല്ലാം കൂടെ വെറുതെ ആഡ് ചെയ്താൽ മതിയാവും. അപ്പം ലെറ്റ് മീ റൈറ്റ് ദ B1. B1 വിൽ ബി mu0 I by 2r, 2 into radius of the circle. So അതെന്തായിരിക്കും? 2 into radius of the circle is a. ഇനി അടുത്ത് B2 നോക്കാം. രണ്ടാമത്തെ സർക്കിൾ, ദാറ്റ് ഈസ് mu0 I by 2 into radius. What is the radius? Radius is 2 into a. Okay, now what is B3? B3 is equal to mu0 I by 2 into, what is the radius? 3 into 2 into a. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് എഴുതിയാൽ B4 കൂടെ നമുക്കൊന്ന് എഴുതാം. B4 is mu0 I by 2 into 4 into 3 into 2 into a എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, സോ B4 വരെ നമ്മൾ എഴുതി വെച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സം എടുത്താൽ മതി. ലെറ്റ് us ഫൈൻഡ്. ഇതെല്ലാം ഒരേ ഡയറക്ഷനാണ്. സോ ജസ്റ്റ് ടേക്ക് ദ സം. സോ B ഈസ് ഈക്വൽ ടു B1 പ്ലസ് B2 പ്ലസ് B3 പ്ലസ് B4 എക്സെട്ര. ഇതിനകത്തുനിന്ന് എല്ലാത്തിനകത്തുനിന്ന് എന്ത് കോമൺ എടുക്കാം? mu0 I by 2a എനിക്ക് കോമൺ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ആം ടേക്കിംഗ് mu0 I by 2a കോമൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട്? സേ ഇവിടുന്ന് ഫുള്ള് അതേപോലെ വരും. ദാറ്റ് ഈസ് 1 പ്ലസ് ഇതെന്ത് വരും? ഇവിടുന്ന് ഒരു 2 മാത്രം വരും അല്ലേ? ദാറ്റ് ഈസ് 1 by 2 പ്ലസ് അടുത്ത എന്ത് വരും? 1 by 3 into 2 പ്ലസ് അടുത്തത് 1 by 4 into 3 into 2 പ്ലസ് 1 by അടുത്ത എഴുതി കഴിഞ്ഞാൽ 5 into 4 into 3 into 2 പ്ലസ് എക്സെട്ര. ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, സോ mu0 I by 2a into, ഞാൻ ഈ 1നെ ഇങ്ങനെ എഴുതാണ് 1 by 1 ഫാക്ടോറിയൽ എന്ന് എഴുതാണ്, പ്ലസ് 1 by 2നെ 2 into 1 എന്ന് എഴുതാമല്ലോ. ഓക്കെ, 2 into 1 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയലാണ്. 2 ഫാക്ടോറിയൽ, ഇത് 3 into 2 into 1 ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് 3 ഫാക്ടോറിയൽ പ്ലസ് 1 by 4 ഫാക്ടോറിയൽ പ്ലസ് 1 by 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പം ഇനി ഈ സീരീസിനെ സം ചെയ്താൽ മതി. അപ്പം ഈ സീരീസിനെ സം ചെയ്യാൻ വേണ്ടി ഞാൻ e റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് എഴുതി നോക്കുന്നു. e റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് പ്ലസ് ഓക്കെ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഇവിടെ ഇത്രയും സാധനമുണ്ട്. 1 പ്ലസ് 1 ബൈ, ഇനി എക്സിൻ്റെ വാല്യൂ എന്തായാൽ മതി? 1 1 സ്ക്വയർ. ഓക്കെ, അപ്പം e റൈസ് ടു 1ൻ്റെ എക്സ്പ്രഷൻ എഴുതിയാൽ എന്തായിരിക്കും? 1 പ്ലസ് 1 by 1 ഫാക്ടോറിയൽ പ്ലസ് 1 by 2 ഫാക്ടോറിയൽ പ്ലസ് 1 by 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. നമുക്ക് വേണ്ടുന്ന ആരാണ്? നമുക്ക് ആക്ച്വലി ഇത്രയും പാർട്ടില്ല. നമുക്ക് ഇത്രയും പാർട്ടേ നമ്മുടെ പ്രോബ്ലത്തിലെ ഈ സീരീസിലുള്ളൂ അല്ലേ? ദാറ്റ് മീൻസ് 1 by 1 ഫാക്ടോറിയൽ പ്ലസ് 1 by 2 ഫാക്ടോറിയൽ. അതെന്തായിരിക്കും? ഈ 1നെ കൂടി ഇപ്പുറത്തോട്ടുണ്ടെന്നാൽ പോരെ. That means from this expression 1 by 1 factorial plus 1 by 2 factorial plus 1 by 3 factorial plus etc. will be is equal to e raised to 1 minus 1, that is e minus 1. So I can substitute e minus 1 for this. Therefore B is equal to mu0 I divided by 2a into e minus 1 and then answer. So this is the answer for that particular question. Okay. ഇനി ഒരു കാര്യം കൂടി, നമ്മൾ നേരത്തെ പഠിച്ച ഒരു സാധനമാണ്, അത് നമുക്കിപ്പം കണ്ടുപിടിച്ച മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതാണ് പരിപാടി.
ഇതുപോലുള്ള ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. കണ്ടെത്തി ചെയ്ത് നോക്കുക. ഓക്കെ, നൗ ഫോഴ്സ് ബിറ്റ്വീൻ നമ്മൾ നേരത്തെ ഡീൽ അല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റിസം തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ വയേഴ്സ്. ഓക്കെ, അതായത് ഒരു രണ്ട് പാരലൽ വയർ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ഇൻഫൈനൈറ്റ്. ഓക്കെ, ഇൻഫൈനൈറ്റ് വയർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫീൽഡ് ബിറ്റ്വീൻ ദം? ഓക്കെ, ഇത് ഇൻഫൈനൈറ്റോ ഫൈനൈറ്റോ എങ്ങനെയായാലും പ്രശ്നമില്ല. ഇത് തമ്മിൽ പാരലൽ ആണെങ്കിൽ ദേ വിൽ അട്രാക്റ്റ് എന്നും, ഇഫ് ദേ ആർ ആൻറ്റി പാരലൽ, ഒരു കറണ്ട് ഇങ്ങോട്ടും ഒരു കറണ്ട് ഇങ്ങോട്ടും ആണെങ്കിൽ ദേ വിൽ റിപ്പൽ എന്നുള്ളതും നമ്മൾ എക്സ്പെരിമെൻ്റലി ആദ്യം പറയുന്നുണ്ട്. നമ്മളത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മുടെ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ലോറൻസ് ഫോഴ്സ് ലോയിലൊക്കെ പോയത് ഇവിടെ നിന്നായിരുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് എന്തറിയാം? we know the exact expression for the magnetic field due to an infinite line. ഓക്കെ, ഒരു ഇൻഫൈനൈറ്റ് ലൈൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പം കൃത്യമായിട്ട് നമുക്കറിയാം. എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ? ബി ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു സം ഡി അല്ലേ, ഡി ടി 2πs എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇൻഫൈനൈറ്റ് ലൈൻ എന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എസ് ആണെങ്കിൽ ഈ പോയിന്റിലെ ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ ഈ പ്രോബ്ലം ഒന്ന് വീണ്ടും അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ട അതേ റിസൾട്ട് തന്നെ നമ്മുടെ ബയോട്ട്-സവാർട്സ് ലോയിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചാലും കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കൺസിഡർ ടു പാരലൽ ലൈൻസ്. ഓക്കെ, സോ രണ്ട് പാരലൽ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, കൺസിഡർ ടു പാരലൽ ലൈൻസ്. ഈ രണ്ടും എന്താണ്? ദേ ആർ ഇൻഫൈനൈറ്റ്. ഓക്കെ, ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി അപ്പാർട്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. രണ്ടിലും ഒരേ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ എന്ന് വിചാരിക്കുക, I1 ആൻഡ് I2. ഓക്കെ, അപ്പോൾ നമുക്കറിയാം I1 കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് I2 ഇരിക്കുന്നത്. അതേപോലെ I2 കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും, അതിലായിരിക്കും I1 ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് us കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് 2. ഓക്കെ, മാഗ്നറ്റിക് ബി അറ്റ് 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കണ്ടക്ടർ 2 ഡ്യൂ ടു I1 എന്ന് പറയുന്ന കറണ്ട് കാരണം I2 എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫീൽഡ് എന്തായിരിക്കും? ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് B21. ഓക്കെ, നൊട്ടേഷൻ നോക്കണ്ട, നമുക്കത് ഞാനിങ്ങനെ ഡിഫൈൻ ചെയ്യും. ബി അറ്റ് 2 ഡ്യൂ ടു 1നെ B21 എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് μ0 I ബൈ 2π ഇൻറ്റു ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് D. ദാറ്റ് ഈസ് 2π D. അപ്പം ഇത്രയേ ആയുള്ളൂ. ഇനി എനിക്ക് എന്ത് വേണം? ഐ നീഡ് ദ സൈൻ ഫോർ ദിസ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഫോർ ദിസ്? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആസ് യൂഷ്വൽ വി ആർ സെറ്റപ്പിംഗ് എ കോർഡിനേറ്റ് സിസ്റ്റം എക്സ്, വൈ ആൻഡ് ഇസഡ്. ഓക്കെ, എക്സ്, വൈ, ഇസഡ്. നൗ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുന്ന സമയത്ത് I1ൻ്റെ ഡയറക്ഷനിൽ ഞാൻ തമ്പ് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് എൻ്റെ തമ്പിൻ്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ I1 കാരണം ഉണ്ടാകുന്ന ഫീൽഡ് ഇങ്ങനെയായിരിക്കും അല്ലേ. അതായത് ഇവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിനും ഇവിടെ ഇൻ ടു ദ പ്ലെയിനും. അപ്പോൾ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിനും ഇവിടെ ഇൻ ടു ദ പ്ലെയിനും. അതായത് I2 ഇരിക്കുന്ന സ്ഥലത്ത് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. ആരുടെ ഡയറക്ഷൻ? ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു I1. സോ എനിക്ക് എന്ത് കൊടുക്കാം? ഐ ക്യാൻ ഗിവ്, അപ്പോൾ ഇതാണല്ലോ ഇൻ ടു ദ ഫീൽഡ്, ദാറ്റ് ഈസ് മൈനസ് ഇസഡ് ക്യാപ്പ് എന്ന് എനിക്ക് അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. സോ അതവിടെ ഇരിക്കട്ടെ. അപ്പം B21 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ബി ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഈ ഫസ്റ്റ് ലൈനിനെ കുറിച്ച് മറന്നേക്കാം. അപ്പം I2 എന്ന് പറയുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് B21 എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മൂവിങ് ചാർജ് ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ദാറ്റ് ഈസ് കോൾഡ് ദ ലോറൻസ് ഫോഴ്സ് അല്ലേ. അതായത് ഇങ്ങനെ വിചാരിക്കും, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറോ അല്ലെങ്കിൽ ഒരു ക്യൂ ചാർജ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യും? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്തിരുന്നു. ഓക്കെ, ഈ ഇക്വേഷനെ നമ്മൾ പല പല കറണ്ടുകൾക്ക് വേണ്ടി മോഡിഫൈ ചെയ്തിട്ട് ഇതൊരു ചാർജ് ആണെങ്കിൽ ഇങ്ങനെയാണ്, ഇനി ഒരു ഐ കറണ്ട് ആണെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ഈസ് ഇൻ്റഗ്രൽ ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ബി എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു പഴയ ഇക്വേഷനാണ്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ദ ഫോഴ്സ് ഡ്യൂ ടു ദ ഫീൽഡ് ഫ്രം I1, ഓക്കെ, അറ്റ് ഓൺ ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ I2. I2ൽ എന്ത് ചെയ്യുന്നുണ്ട്? B21 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം എവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്? I2 എന്ന് പറയുന്ന കണ്ടക്ടറിനകത്ത് ഒരു ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് കണ്ടക്ടർ ഡ്യൂ ടു ദ ഫസ്റ്റ് എന്ന് ഞാൻ എഴുതുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ. വാട്ട് ഈസ് ദിസ് I? ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് ഇത്ര ഇല്ലെന്ന് വിചാരിച്ചാൽ മതി. ഈ പാർട്ടിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേ വേണ്ട. ഓക്കെ, അത്രയും ഭാഗം ഇല്ലെന്ന് വിചാരിക്കുക, I2 മാത്രമുള്ളതെന്ന് വിചാരിക്കുക. ഇവിടെ എന്തുണ്ട്? ഒരു B21 എന്ന് പറയുന്ന ഫീൽഡും ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഇവിടുത്തെ കറണ്ട് എത്രയാണ്? I2, ഓക്കെ, ഇൻറ്റു B21 എഴുതണം. B21 എഴുതാം. സോ അതിന് മുമ്പ് DL വേണം. DL ഏത് ഡയറക്ഷനിലായിരിക്കും? നമ്മൾ ഇതിനകത്തെ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ദാറ്റ് എലമെൻറ്റ് DL എങ്ങോട്ടായിരിക്കും? അലോങ് ദ അപ്വേർഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് അലോങ് ദ Y ക്യാപ്പ്. അപ്പോൾ എനിക്ക് DLനെ എന്തെഴുതാം? ലെറ്റ് DL ഈസ് ഈക്വൽ ടു DL Y ക്യാപ്പ് എന്നെനിക്ക് എഴുതാം. നൗ ബിയുടെ ഡയറക്ഷൻ അതേപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ദിസ് ഈസ് ഈക്വൽ ടു DL Y ക്യാപ്പ്, ഓക്കെ, ക്രോസ് ബിയുടെ വാല്യൂ എന്താണ്? ബി ഈസ് മ്യൂ 0 ഇവിടെ ഒരു I1 ഉണ്ട്. എന്താണ് കാരണം? ഈ I1ൻ്റെ കാരണം, യെസ്, അതായത് ഈ പോയിന്റിൽ I1 കറണ്ട് കാരണമുള്ള ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ഇക്വേഷൻ എന്താ? I1 എന്നായിരിക്കും കൊടുക്കുക. ഏത് കറണ്ടാണോ ഫീൽഡ് ഉണ്ടാക്കുന്നത് ആ കറണ്ടാണ്. ഫീൽഡ് ഉണ്ടാക്കുന്ന ഏതാണ്? I1 എന്ന് പറയുന്ന ആളാണ്. സോ അതുകൊണ്ട് ആ I1 അവിടെ ഉണ്ട്. മ്യൂ 0 I1 ഡിവൈഡഡ് ബൈ 2πd. കഴിഞ്ഞില്ല, വി നീഡ് ദ ഡയറക്ഷൻ Z ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ടേക്ക് എ ക്രോസ് പ്രോഡക്റ്റ് ആൻഡ് ദെൻ ഇൻ്റഗ്രേറ്റ്. ഓക്കെ, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു, ആദ്യം ഇതിനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം നമുക്കിനി സുഖമായിട്ട് പുറത്തെടുക്കാം. I2 പുറത്ത് വരും, I1 പുറത്ത് വരും, മ്യൂ 0/2πd പുറത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യും? മ്യൂ 0/2πd ഇൻറ്റു I1 I2 പുറത്തു വന്നു. ഓക്കെ, ഇനി വേണമെങ്കിൽ ഈ മൈനസ് ഡയറക്ഷനെ കൂടി ഇനി പുറത്തെടുക്കും. ഈ മൈനസും കൂടെ ഞാനിനി പുറത്തെടുത്തു. ഇനി ബാക്കി DLനെ പുറത്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം ബിക്കോസ് ദാറ്റ് ഈസ് ദ ഇൻ്റഗ്രൽ. ഓക്കെ, ഇൻ്റഗ്രൽ റൺ ചെയ്യുന്നത് ഓവർ L ആണ് ഇൻ്റഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ DL അവിടെ ഇരുന്നോട്ടെ. DL ഇൻറ്റു Y ഇവിടെ ഉണ്ട്. ഈ മ്യൂ 0 I1/2πd എല്ലാം എടുത്തു. പിന്നെന്തുണ്ട്? ഒരു Z ക്യാപ്പ് ഉണ്ട്. Y ക്രോസ് Z എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ കൂടി ഉണ്ടാവും. സോ അത് ചെയ്താൽ എന്ത് വരും? Y ക്രോസ് Z എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ദാറ്റ് ഈസ് X ക്യാപ്പ് ആണ്. സോ അതും കൂടെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ X ക്യാപ്പ് എന്ന് വരും. ആ X ക്യാപ്പിനെയും കൂടെ ഞാൻ പുറത്തെടുക്കുന്നു. അപ്പോൾ എന്തായി? മൈനസ് മ്യൂ 0 I1 I2/2πd ഇൻറ്റു X ക്യാപ്പ് ഇൻറ്റു ഇൻ്റഗ്രൽ DL എന്ന് പറഞ്ഞു. എന്താണ്? F21. ഇനി വാട്ട് ഈസ് ദിസ് ഇൻ്റഗ്രൽ DL? ഇൻ്റഗ്രൽ DL നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദിസ് ലൈൻ ആണ് അല്ലേ? പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി ഇതെന്താണ്? ദിസ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് ലെങ്ത് ലൈൻ. അപ്പോൾ ഇത് ഞാൻ ലെങ്ത് കണ്ടുപിടിക്കണം. ഈ -∞ to ∞ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്ത് ചെയ്യും? ദിസ് വിൽ ബിക്കം ഇൻഫൈനൈറ്റ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആൻസർ ഒരു ഡൈവേർജിങ് ആൻസറായിട്ട് പോവും. ഓക്കെ, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഇൻ്റഗ്രൽ ചെയ്യാതിരിക്കുന്നു. അത് അതേപോലെ തന്നെ വെച്ചിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നു. ഇത് ഫോഴ്സ് ആണല്ലോ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ ഫോഴ്സ് പെർ ലെങ്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് F21 ആണ് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ്. അത് ഓവർ ദ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്ത് വരും? അപ്പം ഓക്കെ, അതായത് 10 മീറ്ററിലുള്ളത് F21 ആണെങ്കിൽ 1 മീറ്ററിൽ എത്ര വരും എന്ന് വെച്ചാൽ F21 ഡിവൈഡ് ബൈ 10 എന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് ഞാൻ കണ്ടുപിടിച്ചാൽ മതി. സോ ദാറ്റ് ഈസ് F21 ഡിവൈഡ് ബൈ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ടോട്ടൽ ലെങ്ത്? ടോട്ടൽ ലെങ്ത് വീണ്ടും എന്ത് ചെയ്യണം? DL എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കണം. -∞ to +∞ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു F21ൻ്റെ എക്സ്പ്രഷൻ എന്താണ്? മൈനസ് മ്യൂ 0 I1 I2 ഡിവൈഡഡ് ബൈ 2πd. ഓക്കെ, 2πd. നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഡയറക്ഷനാണ്. നമുക്കതിലേക്ക് വരാം. ഇൻറ്റു X ക്യാപ്പ് ഇൻറ്റു മേളിലൊരു ഇൻ്റഗ്രൽ DL ഉണ്ട്, താഴെ ഒരു ഇൻ്റഗ്രൽ DL ഉണ്ട്. ദേ വിൽ ക്യാൻസൽ ഔട്ട്. സോ ഫോഴ്സ് പെർ ലെങ്ത് ഈസ് ഈക്വൽ ടു
mu 0 I1 I2 by 2 pi d ഒരു മൈനസ് ഉണ്ടായിരുന്നു മൈനസ് എക്സ് ക്യാപ്. സോ ദ ഫോഴ്സ് വിൽ ബി എലോങ്, അതായത് സെക്കൻഡ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആര്, ഫസ്റ്റ് കണ്ടക്ടർ കാരണം സെക്കൻഡ് കണ്ടക്ടറിൽ ഫസ്റ്റ് കണ്ടക്ടർ കാരണം സെക്കൻഡ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ ബി എലോങ് ദ ഡയറക്ഷൻ ഓഫ് മൈനസ് എക്സ് ക്യാപ്. ഓക്കെ, ആ മൈനസ് എക്സ് ക്യാപ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ആൾറെഡി പഠിച്ച എന്താണ്, ഇങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പാരലാണെങ്കിൽ ഈ ഫസ്റ്റ് കണ്ടക്ടർ എന്ത് ചെയ്യണം, സെക്കൻഡ് കണ്ടക്ടറിനെ അട്രാക്ട് ചെയ്യണം, അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ത് കിട്ടി, മൈനസ് എക്സ് ക്യാപ്പ് എന്ന് കിട്ടി. ലെറ്റ് us ഗോ ബാക്ക് ടു അവർ ഫിഗർ. നമ്മുടെ ഫിഗറിൽ എന്താണ് പറയുന്നത് നോക്കാം. ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം. സോ ഫിഗർ നോക്കുമ്പോൾ ഡയറക്ഷൻ തന്നിരിക്കുന്നത് മൈനസ് എക്സ് ക്യാപ്പ് എന്നാണ്. ഓക്കെ, സോ ദിസ് ഈസ് എക്സ് ഡയറക്ഷൻ, ഇതാണ് മൈനസ് എക്സ് ക്യാപ്പ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് മൈനസ് എക്സ് ക്യാപ്പ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന I2ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്, ടുവേർഡ്സ് ദ ലെഫ്റ്റ്, എന്ന് വെച്ചാൽ ഇതിലേക്ക് അട്രാക്ട് ചെയ്യണം. ഇനി ഇൻ ദ സെയിം വേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ തിരിച്ച് ഇവിടുത്തെ B12 കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഇൻറ്റു I1 ചെയ്തിട്ട് ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇങ്ങോട്ട് കിട്ടും. ദാറ്റ് മീൻസ് ദേ ആർ അട്രാക്ടിങ് ഈച്ച് അതർ. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റിവേഴ്സ് ഡയറക്ഷൻ എടുത്തിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. റിവേഴ്സ് ഡയറക്ഷൻ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മൈനസിൻ്റെ വ്യത്യാസം വരും, ദേ വിൽ റിപ്പൽ എന്നുള്ള ആൻസറിലേക്കും എത്തും. സോ നമ്മൾ വാട്ട് വി ഹാവ് എക്സ്പെരിമെൻ്റലി സീൻ ഈസ് ദ സെയിം ഓർ വി ഗോട്ട് ദ സെയിം റിസൾട്ട് ഫ്രം ദ ബയോട്ട്-സവാർട്സ് ലോ. ഓക്കെ, അല്ലെങ്കിൽ ബയോട്ട്-സവാർട്സ് ലോയിൽ നിന്ന് കിട്ടിയത് ആ റിസൾട്ട് എക്സാക്ട്ലി കറക്റ്റാണ്. ഇറ്റ് ഫിറ്റ് വിത്ത് ദ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എന്നുള്ളത് വരെ നമുക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബയോട്ട്-സവാർട്സ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ച ആപ്ലിക്കേഷനാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതായത് ഒരു സർക്കുലാർ ലൂപ്പ് ഉണ്ടെങ്കിൽ ആ സർക്കുലാർ ലൂപ്പ് കാരണം അറ്റ് എ ഡിസ്റ്റൻസ്, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇസഡ് ഡിസ്റ്റൻസിലുള്ളൊരു പോയിന്റിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. We will do that in the next class. Okay.